പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10:10 യേശു പറയുന്നു, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സൗഭാഗ്യത്തിൽ മനുഷ്യരെ, നമ്മെ ഓരോരുത്തരെയും പങ്കുകാരാക്കുവാൻ വേണ്ടിയാണ്. നമുക്ക് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടിയാണ് യേശുനാഥൻ ഈ ഭൂമിയിലേക്ക് വന്നത്. യോഹന്നാൻ 3:16 തിരുവചനം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. നമ്മുടെ ആത്മരക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മെ നശിപ്പിക്കുവാനും കൊല്ലാനുമായിട്ടാണ് സാത്താൻ വരുന്നത്. അവൻ നമ്മുടെ ആത്മാക്കളെ മോഷ്ടിച്ച് അവൻ്റെ രാജ്യത്തിൽ ചേർക്കുവാൻ വേണ്ടിയാണ് അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ ഏദൻ തോട്ടത്തിൽ പ്രവേശിച്ച് തെറ്റായ അറിവുകൾ നൽകി ആദത്തെയും ഹവ്വയെയും സ്വാധീനിച്ചു. ദൈവത്തെക്കാൾ ഉപരിയായി സാത്താൻ പറഞ്ഞത് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിന്നും അവർ അകന്നുപോയി. സാത്താൻ വരുന്നത് നമ്മുടെ ആത്മാക്കളെ മോഷ്ടിക്കാൻ വേണ്ടിയാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നാം സാത്താൻ്റെ കെണിയിൽ വീഴാതെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് വിശ്വസിക്കാവുന്ന ഒരേ ഒരു വ്യക്തി യേശുനാഥനാണ്. യേശു നമ്മെ അത്യധികമായി സ്നേഹിക്കുന്നു. നമ്മെ ഒരിക്കലും തള്ളിക്കളയാത്ത, ഏത് പാപാവസ്ഥയിലാണെങ്കിലും നമ്മെ സ്വീകരിക്കുന്ന, ഒരു പരാതിയും ഒരു കണക്ക് പറച്ചിലും ഇല്ലാത്ത, നമ്മെ തള്ളിക്കളയാത്ത സ്നേഹനിധിയാണ് നമ്മുടെ ദൈവം. യോഹന്നാൻ 10:11 യേശു പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു എന്ന്. നമുക്ക് ജീവൻ നൽകാൻ വേണ്ടി യേശു തരുന്നത് നമ്മുടെ ആത്മീയ ഭോജനമായി യേശുവിൻ്റെ ശരീരം തന്നെയാണ്. ഇതിനായി യേശുവിന് ഒത്തിരി സഹിക്കേണ്ടി വന്നു. യോഹന്നാൻ 6:51 യേശു പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും യേശുവിൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. യേശുവിൻ്റെ ശരീരം നമുക്കായി മുറിച്ച് നൽകി. യോഹന്നാൻ 6:27 യേശു പറയുന്നു, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്ന്. യേശുവിനെ സ്വന്തമാക്കുവാനാണ് നാം അധ്വാനിക്കേണ്ടത്. മറ്റുള്ളവയെല്ലാം, എല്ലാ നേട്ടങ്ങളും, ഈ ലോകത്തിൻ്റെ എല്ലാ സമ്പത്തും നശ്വരങ്ങളാണ്. യേശുവിനെ സ്വന്തമാക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? എഫേസ്യർ 4:22-23 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് പറയുന്നു, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. നമ്മുടെ മനസ്സ് എങ്ങനെയാണ് നവീകരിക്കപ്പെടുന്നത്? വചനം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും നാം നവീകരിക്കപ്പെടുകയാണ് വേണ്ടത്. നമ്മുടെ ഹൃദയത്തിലുള്ള ദുശ്ചിന്തകളും ദുഷിച്ച മനോഭാവങ്ങളും മാറ്റി നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം നിറച്ചാൽ പാപങ്ങളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. സങ്കീർത്തനം 119:11 സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനമനുസരിച്ച് ജീവിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.